കീരമ്പാറ പഞ്ചായത്തിൽ വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ സർക്കാർ നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് ആക്ഷേപം. വനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം നടത്തിയ പദ്ധതി പോലും നടപ്പിലായിട്ടില്ലെന്ന് കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അംഗവും മുൻ പ്രസിഡന്റുമായ മാമച്ചൻ ജോസഫ് പറഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. പെരിയാർ കടന്നെത്തുന്ന കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനായി ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പദ്ധതി വനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസമായിട്ടും പദ്ധതി പ്രാവർത്തികമായിട്ടില്ലെന്ന് ഭരണസമിതി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മാമച്ചൻ ജോസഫ് കുറ്റപ്പെടുത്തി. വനപ്രദേശത്തോട് ചേർന്നുള്ള റോഡുകളിൽ ആവശ്യത്തിന് വഴിവിളക്കുകളില്ലെന്നും പരാതിയുണ്ട്. അടിക്കാട് വെട്ടുന്ന പ്രവൃത്തിയും കാര്യക്ഷമമല്ല. വന്യമൃഗങ്ങളെ തുരത്താൻ നിയോഗിച്ചിട്ടുള്ള RRT സംഘം കീരമ്പാറ പഞ്ചായത്തിൽ എത്താറില്ലെന്നും മാമച്ചൻ ജോസഫ് പ്രതികരിച്ചു. ഇവിടെ കഴിഞ്ഞ 4 മാസം മുമ്പ്, അതായത് ഒക്ടോബർ 26-ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി ഈ ഏരിയയിൽ ഭൂതത്താൻകെട്ട് മുതൽ കുട്ടിക്കൽ, തട്ടേക്കാട്, ഓവുങ്കൽ വരെ ഏതാണ്ട് 8.5 കിലോമീറ്റർ നീളത്തിൽ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 മാസം മുമ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ്. പക്ഷേ ആ ഉദ്ഘാടന കർമ്മം അങ്ങനെ തന്നെ ആ ഉദ്ഘാടന കർമ്മ ചടങ്ങായി മാത്രം മാറിയതല്ലാതെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുവാനോ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്യുവാനോ ഇതുവരെയായിട്ടും വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ടെൻഡറായി വർക്ക് നാളെ ആരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ വളരെ നിസ്സംഗത മനോഭാവം സ്വീകരിച്ചുകൊണ്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് തന്നെ 5 ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ ആരെങ്കിലും മരിക്കുവാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നോക്കിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഇനി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണോ നിങ്ങളിവിടെ ഫെൻസിങ് ആരംഭിക്കുകയുള്ളൂ? കാരണം ജനങ്ങളും അടുത്തൂടെ, അതായത് ഇവിടെ ആനവാച്ചേഴ്സായിട്ടുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ജോളി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ രാത്രി ഇവിടെ കാവൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കുന്നത്. അതുപോലെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണമുണ്ട്. വേനൽ കടുത്തതോടെ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും ജനങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്നും കീരമ്പാറ ജനകീയവേദി ഭാരവാഹി ജോളി ഐസക് പറഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്ത് ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുകൾ ഭാഗം എന്നെല്ലാം വേനൽ കടുത്തോടുകൂടി ആനകളെല്ലാം വെള്ളത്തിനും ഭക്ഷ്യാവശ്യത്തിനും വേണ്ടി നമ്മുടെ ഈ പുഴന്തീരത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുഴയുടെ തീരത്തൂടെയുള്ള ഫെൻസിങ് ആണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ച് അത് പാസ്സാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട DFO ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഫെൻസിങ്ങിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അതിൻ്റെ പേപ്പറുകൾ കൊടുത്തു. പോലീസ് അസോസിയേഷനാണ് അതിൻ്റെ ടെൻഡർ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരു കാലത്തും നടപ്പിലാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം 1 വർഷമാണ് ഈ ടെൻഡറിൻ്റെ കാലാവധി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗം നടപ്പിലാക്കേണ്ട ഈ ഫെൻസിങ് സംവിധാനം 1 വർഷം നീണ്ട ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതോടുകൂടെ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ വളരെ ഭീഷണിയിലാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇവിടെ ആനകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടേക്കാട് പുന്നേക്കാട് റോഡിലെ വഴിവിളക്ക് എത്രയും വേഗം തെളിയിക്കണം. ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുക മാത്രമല്ല ആൾഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.